എടാ നമ്മളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ഈ വർഷം കൂടെ നമ്മൾ എന്തെങ്കിലും ആവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓഫീസിലൊക്കെ അവസ്ഥ അറിയാമല്ലോ, അവിടെ നിന്ന് ഒരു വരുമാനമില്ല. 2026 നമുക്കെന്നെ അടിച്ചു പൊളിച്ച് എടുക്കണം. എന്തോ നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപാടികളിലൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തണം. പിന്നെ മൊത്തത്തിൽ ഇവിടുത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. വാടക വീട്ടിൽ എന്തോ സെറ്റപ്പ് മാറ്റാനാ? അല്ലടാ, ഇവിടെ ആംബിയൻസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എടാ, അപ്പം തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇപ്പം തന്നെ ഇപ്പം അവളെ എന്തുകൊണ്ടായിരിക്കും പിണങ്ങി പോയത്? അവള് വേണമെങ്കിൽ പോയാൽ നിന്നെ പോലുള്ള കള്ളന്മാരെ വീട്ടിൽ തെക്കി എടുത്ത് താമസിപ്പിച്ചോണ്ട് അവള് പറയുന്നത് അവൻ വന്നിരിക്കുന്നു, ഇവിടെ നിൽക്കുന്നു, എൻ്റെ അമ്മ തരുന്ന കാശ് ഉണ്ടാണ് 3 നേരത്തെ ചെലവിന് കൊടുക്കുന്നത്, ഇവിടെ കഥ വരുന്നു, പോലീസ് വരുന്നു, പ്രൊഡ്യൂസർ വരുന്നു. 1 വർഷമായി. എടാ, നിനക്ക് വരുമാനം ഉണ്ടോ ഇത്ര നാളായിട്ട്? എടാ, വരുമാനം ആദ്യം വരുത്തണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എടുക്കണം. ഇത് തന്നെയല്ലേ 10 സെക്കൻഡ് മുന്നേ നീ പറഞ്ഞത്? ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ക്രിസ്തുമസ് ഇവിടെ നമുക്കൊന്ന് പൊളിക്കണം. അതിനിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. വാടാ വീട്ടിലുള്ള ഇത് പൊളിക്കാന്ന് അവൻ്റെ താഴേന്ന് കയറി വരുമോ അവൻ? ഇത് തമാശയായിട്ട് എടുക്കാതെ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഈ ക്രിസ്മസിന് നമുക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ചെയ്യണം. കാശൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ കിഡ്നിയിലോട്ട് നോക്കുന്നത്. എന്താ തീരുമാനമുള്ളത്? അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് വെക്കത്തുള്ളൂ. അല്ലേലും ഇൻസ്റ്റാഗ്രാം റീൽ ഇടാനാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാണിച്ചു വെക്കും. വല്ലവരുടെ വീട് വെക്കത്തില്ല. വൃത്തിക്ക് നിൽക്കണ്ടടാ. നീ കണ്ടോ, 2026 എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് പ്രൊഡ്യൂസർമാരാണെങ്കിലും ശരി, ഡയറക്ടർമാരാണെങ്കിലും ശരി. എന്താണെങ്കിലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. കാശ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നോക്കാം. അക്കൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് മതി. നമുക്കുള്ളല്ലോ ഇതിൽ എന്തെങ്കിലും മേടിക്കാം. എന്തോ കൊതുക ഇത്, ഈ റബ്ബറെല്ലാം കൂടെ വെട്ടിയാൽ ബെന്നിക്ക് വല്ലതും കൊടുത്തു വിടണം. എടാ, അതാണ് ഇവിടുത്തെ കാര്യം. ഈ സ്റ്റാർ മേടിക്കണ്ടേ? ചിലവ് ചുരുക്കമുള്ള ഇത് കാര്യങ്ങളത്. അടുത്ത മാസത്തെ വാടക പോലും കൊടുത്തിട്ടില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാർ മേടിക്കണ്ട. കാരണം നമ്മളിവിടെ വാടകയ്ക്കല്ലേ, നമ്മളതൊന്നും കൊണ്ട് പോകത്തില്ല. നമുക്ക് വല്ല പേപ്പറിൻ്റെ സ്റ്റാർ വല്ലതും മതി. എന്നിട്ട് അകത്തൊരു മഞ്ഞ ബൾബിട്ട് കഴിഞ്ഞാൽ വെറൈറ്റിയാ. ക്രിസ്മസ് ആ കരോളുകാർ വരുന്നതാ നാണം കെടുത്തത് നീ എന്നെ. എടാ, നമ്മൾ കലാകാരന്മാരെ, നമുക്ക് ചിലവ് ഇരിക്കും എന്തുണ്ടാക്കിയാലും അതിൻ്റെ അകത്തൊരു വെറൈറ്റി ഉണ്ട്. അതിനകത്തൊരു വെറൈറ്റി ഞാൻ കാണുന്നില്ല. കാരണം പള്ളിയിൽ അച്ഛനും വരുന്നുണ്ട് ഇങ്ങോട്ട്. എടാ, അച്ഛൻ വന്നെന്ന് പറഞ്ഞാൽ അച്ഛനും നമ്മുടെ വെറൈറ്റി കണ്ടാൽ ഇഷ്ടപ്പെടും. മനസ്സിലായോ? അതായത് നമ്മൾ കലാകാരന്മാരല്ലേ. സുബ്ബു സാറല്ലേ? സുബ്ബു, ഞാൻ പടത്തിന്റെ പൂജയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരണം. കാസ്റ്റിംഗ് നോക്കും നമ്മുടെ മറ്റേ കടുവനൊക്കെയാണ് നോക്കുന്നത്. എന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യും, മോൻ്റെ ഫോട്ടോയും പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ അസോസിയേറ്റ് സുമേഷ് തിരുവല്ലയുണ്ട്, പുള്ളിക്കൊന്ന് ചീഫ് അസോസിയേറ്റ്. അല്ലടാ, നീ സിനിമ സ്റ്റാർട്ട് ചെയ്ത് പൂജയൊക്കെ വെച്ചാ? മറ്റേ നടിയില്ലേ പൂജ ഭട്ട് നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ പൂജ ഭട്ടിനെ നോക്കും നമ്മുടെ ചീഫ് അസോസിയേറ്റ് സുമേഷ് തിരുവല്ലേ. അപ്പോൾ ഈ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ചെങ്ങന്നൂരായിരുന്നു. അപ്പോൾ ആ വഴി തിരുവല്ല വഴി വരുമ്പോഴത്തേക്ക് ഈ പയ്യനെ കണ്ടായിരുന്നു. അപ്പോൾ പൂജ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, പൂജ എന്ന് പറഞ്ഞേ. അപ്പോൾ ആ പുള്ളിക്കാരിയെ കാണാൻ ഇവനും ഫോട്ടോ എടുക്കാൻ വന്നായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച്. പക്ഷെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയൊന്നും അല്ല നീ പറഞ്ഞത്. നീ എന്തിനാ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്? നിനക്കെന്നെ വിശ്വാസമില്ല, അത് പറഞ്ഞാൽ പോരെ? അത് നമ്മളോടൊന്ന് പറയായിരുന്നു കേട്ടോ. അല്ല, നീ സിനിമ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. അല്ല, എൻ്റെ ഒരു 4 പൂജ തുടങ്ങിയിട്ട് ഇപ്പം മുടങ്ങിയല്ലോ. അറിയാവുന്ന സാറന്മാരെല്ലാം അറിഞ്ഞു വെച്ചു. മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യും, നീ ക്രിസ്തുമസിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വയ്ക്കുക. എനിക്ക് ഒരു കോള് വിളിക്കാനുണ്ട്. നിനക്കെന്തോ കോള്? കേട്ടോ, നിനക്ക് എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ വിളിച്ചിട്ട് വരാം, നീ പേടിക്കണ്ട. ഞാൻ നിന്നെ പോലെയല്ല, ഞാൻ ചതിക്കൂല. കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. നീ വല്ലാണ്ടിരിക്കുന്നേ? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എന്തുവാ നിനക്ക് പിന്നെ ഒരു വിഷമം? എന്തുവാ നീ വല്ലാണ്ടിരിക്കുന്നേ? വല്ലാണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുബ്ബു ഒരു പടം ചെയ്യാൻ പോകും. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനും അറിഞ്ഞില്ലായിരുന്നു. കാര്യം അവൻ പടം ചെയ്യുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അവനത് എന്നോട് പറഞ്ഞില്ല. അല്ല, അത് എന്നോടും പറഞ്ഞില്ല. അവൻ്റെ കൂടെ നമ്മൾ ഇത്രയും കാലം നടന്നിട്ട് നമ്മളോട് പറയാതെ അവൻ പടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? ഈ പടം ചെയ്യുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൂജ വരെ കഴിഞ്ഞു. പൂജ കഴിഞ്ഞു? പൂജ വരെ കഴിഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ല. എന്നിൽ നിന്ന് അവൻ മറച്ചു വെക്കുന്നത്. നീയല്ലാണ് അവനെ സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ സഹായിച്ചത്. ഞാനല്ലേ അവനെ ഓരോ പ്രൊഡ്യൂസറുടെ അടുത്ത് കൊണ്ടുപോയതും. അവസാനം നമ്മളോട് പറയാതെ അവൻ പൂജ വരെ നടത്തിയെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ മര്യാദയാ? അവൻ എന്നെ എന്തിനാ ഒഴിവാക്കിയാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലടാ, അപ്പം നീ എന്താ എന്നെ വിട്ടെ? ഞാനും അവൻ്റെ കൂടെ നടന്നല്ലേ ഇതിന് വേണ്ടിയിട്ട്. ശരിയാണ്.
നമ്മളെ രണ്ടുപേരെയും കൂടെ അവൻ ഒഴിവാക്കിയിരിക്കുന്നത്. അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. അത് ശരിയാ. നമുക്ക് അവനിട്ട് ഒരു പണി കൊടുത്താലോ? നമുക്ക് തന്നിരിക്കുന്ന പ്രയോറിറ്റി ആ അതിൽ ഇച്ചിരി വശപ്പശമുണ്ട്. അത് ഫേക്കാ. അല്ല, എന്തോ നീ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായില്ല. അവൻ നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനം അത് മുഴുവൻ അവൻ്റെ കള്ളത്തരമാണ്. അഭിനയമാണ് അവൻ്റെ. അപ്പൊ അവനൊരു സിനിമ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും അഹങ്കാരം തലേ കയറിട്ടെ. എന്നാ അവനെ ഇപ്പൊ ഗതി പിടിക്കാൻ സമ്മതിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാം. ഞാനൊരു കാര്യം ചെയ്യാം. എനിക്കറിയാവുന്നേ ഒരു ജ്യോത്സ്യനുണ്ട്. അല്ലെ, ജ്യോത്സ്യം വേണ്ട, ജ്യോത്സ്യൻ്റെ പണി ശരിക്കും ഏക്കത്തില്ല. ഒരു മന്ത്രവാദിയുണ്ട്, അയാളോട് പോയി എന്തെങ്കിലും സംഭവം ഉണ്ടോ മുടക്കാനുള്ളതെന്നും പറഞ്ഞ് ഞാനൊരു ഐഡിയ ചോദിച്ചിട്ട് വരാം. അത് കുഴപ്പമില്ല, അതാകുമ്പോൾ ആരും തിരിച്ചറിയത്തില്ല. എന്താ പക്ഷെ അത് കേൾക്കുക ഉള്ളതാണോ? പിന്നെ ഇല്ലേ, ദൈവം ഉണ്ടെങ്കിൽ മറ്റേ പിശാചും ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നന്മ ഉണ്ടെങ്കിൽ തിന്മയുണ്ട്, അത് നീ കൂടോത്രം ഉണ്ട്, നമുക്ക് വിശ്വസിക്കാം. ഞാൻ എന്താണെങ്കിലും അയാളെ കണ്ടിട്ട് വരാം. കൂടോത്രമൊക്കെ ഒന്ന് പതിയെ പറ. എടാ നീയേ, ഞാൻ പാചകക്കാരൻ ദേവസ്യ അറിയാൻ നോക്കിക്കോണം കേട്ടോ. അപ്പം ശരി. കള്ളത്തരം നമ്മളെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ആരാണെന്ന് അവനെ അറിയില്ലേ? ജിങ്കിള് ജിങ്കിള് ബേ, ജിങ്കിള് ജിങ്കിള് ബേ, ജിങ്കിള് ജിങ്കിള് ബേ, ജിങ്കിള് ജിങ്കിള് ബേ, ക്ലിങ് ക്ലിങ് ക്ലിങ്. ഇതേതാ കൊച്ചി? അസിസ്റ്റന്റ് മാനേജർ. ഷീസ് മൈ അസിസ്റ്റന്റ് മാനേജർ. എന്താ ഇവിടെ? എൻ്റെ വീട്ടിൽ ആരൊക്കെ വരണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് നടക്കൂല. ശോഭനമോൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ശോഭനമോൾ അല്ലാത്ത വേറൊരു പെണ്ണിന് പറ്റൂല. ഇതൊരു ചീത്തപ്പേര് കേട്ടിട്ടില്ല. അങ്ങനെ ഈ തറവാടിന് ഒരു ചീത്തപ്പേര് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കമ്പനിയിലെ സ്റ്റാഫാ. അവള് വൈകുന്നേരം നോക്കിയിരുന്നേ മറ്റേ മഴവില് ബസ് പോയി. മഴവിൽ പോയെങ്കിലും മാനിന്റെ ബസ് കയറി പോണം. എന്നാ താൻ കൊണ്ട് വിട്ടേച്ചു വാ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇയാളെ മണ്ടയിലോട്ട് കയറ്. ഇയാളെ കൊണ്ട് കോഴിക്കോട് വരെ കൊണ്ട് വിട്ടേച്ചു വരും കേട്ടോ. കയറിക്കോ, ഇങ്ങോട്ട് നില്ലേ, ഇങ്ങോട്ട് നില്ലേ. കൊക്കോ, കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. എൻ്റെ വീടാ ഇത്. ഒരെണ്ണ പെടലിക്ക് ഞാൻ തരും കേട്ടല്ലോ. വല്ല ഓർഫനേജിലോ ഓർഫനേജിൽ തന്നെയാ കൊണ്ടാക്കണ്ട. ഓൾഡ് ഫോമിലോ കൊണ്ടാക്കിയാ പോരെ. ഹോൾഡായ സാധനല്ലേ ഇവക്ക്, ഹോൾഡായില്ല. എന്നാലും ഞാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ പറ്റിയിട്ടൊക്കെ ഇവിടെ ഭയങ്കര ചീത്തപ്പേരാ. ഞാനൊരു അവിവാഹിതനായിട്ടൊരു ചെറുപ്പക്കാരൻ ഇവിടെ ഉള്ളതാണ്. തൻ്റെ കാര്യത്തിൽ ആർക്കും ചീത്ത പേരൊന്നും വരത്തില്ല. വഴിക്കട പോകുന്ന പെണ്ണുങ്ങൾക്ക് പോലും ഇല്ല നടക്കാക്കത്തില്ല. ഇവിടെ ഒരു പെണ്ണ് താമസിക്കുന്ന പറയുന്നത് ഇച്ചിരി നല്ല പേരേ വരത്തുള്ളൂ. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം സമ്മതിക്കും. ജീവനുണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ തട്ടായിരിക്കുക. എടാ ഞാൻ പറഞ്ഞില്ലേ സംഭവം, ഇതാ പൊടി. അല്ല, ഇത് മുട്ടയിലുള്ള. എടാ മുട്ടയൊക്കെ പണ്ടത്തെ പരിപാടിയാ. ഇപ്പം കൂടോത്രം അഡ്വാൻസ് ടെക്നോളജിയിലായി. കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പൊടിയടിച്ച് മയങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ കൂടോത്രം പൊടിയടിച്ച് മയങ്ങുന്ന സെറ്റപ്പിലെത്തി. അതല്ല ഞാൻ പറയാൻ വന്ന കാര്യം വേറെയാ. പറയാൻ വന്ന എന്താണെങ്കിലും മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യണമെന്നില്ല. സോറി അല്ലേ, ഇതെന്താന്ന് വെച്ചാലേ ഇത് അവൻ്റെ വയറ്റിലെത്തിക്കണം. അല്ലെ വെള്ളത്തിലൊക്കെ കലക്കിയാണ് കൊടുക്കേണ്ടത്. ഇപ്പം എന്തെങ്കിലും കാണിച്ച് കൊടുക്കാം. അല്ല, ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാ? എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസത്തേക്ക് കാണുമെന്നാണ് പറയുന്നത്. അവൻ ഏതായാലും പൂജയൊക്കെ കഴിഞ്ഞില്ലേ. അല്ല, ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാ ബാധിക്കുന്നതെന്ന്? അതായത് ഇവനത് കുടിച്ച് കഴിയുമ്പോൾ തൊട്ട് ചുമല കളർ കണ്ട ഇവന് വട്ടിളകും. ഒന്നാമത് തലയ്ക്ക് വെളിവില്ലാത്തവനാണ്. അപ്പോൾ ചുമല കളർ കാണുമ്പോൾ അവന് വട്ടിളകും, അവൻ കയ്യിൽ നിന്ന് പോകും. അല്ല, ഇപ്പം നമ്മൾ ഈ ചുമപ്പ് കളറിൻ്റെ അതിൻ്റെ ഒരു പരിപാടി. എടാ അവൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമ കാണുകയും ചെയ്യും. എവിടെയെങ്കിലും ചുമപ്പ് കളർ കാണുമ്പോൾ അവന് മറ്റേ പ്രാന്ത് പിടിക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞേ? പക്ഷെ എന്നാലും വേറെ ടൈപ്പ് സാധനമൊന്നുമില്ല. എന്നല്ലേ ഞാൻ ഉള്ളത് നോക്കി വിലക്കുറവ് നോക്കി മേടിച്ചുകൊണ്ട് വന്ന. അപ്പം സംഭവം മനസ്സിലായില്ലേ? വെള്ളത്തിൽ വല്ലതും കലക്കി കൊടുക്കുക, അവൻ്റെ വയറ്റിലെത്തണ സാധനം. എന്തായാലും മേടിച്ചില്ലേ, നീ ഞാൻ കലക്കി ഞാൻ കൊടുക്കാം. സൂക്ഷിച്ച് വേണേ. സംഭവം കൂടോത്രമാണ്, പിടിക്കപ്പെടൽ. കൂടോത്രം എപ്പോഴും പറയണമെന്നില്ല. ഓക്കെ. ആ